നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് രാത്രി ഫെഡ് ചെയർമാൻ്റെ ഒരു സ്പീച്ച്, ഒരു കമൻറ്റ് പുറത്തു വരാനുണ്ട്. ലോകം മുഴുവനും, ആഗോള മാർക്കറ്റ് പൂർണ്ണമായും ആ ഒരു കമൻറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ കമൻറ്റ് അമേരിക്കൻ ഇക്കോണമിക്ക് അനുകൂലമാണെങ്കിൽ, പോസിറ്റീവാണെങ്കിൽ തീർച്ചയായും അമേരിക്കൻ മാർക്കറ്റും പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് മറ്റു മാർക്കറ്റുകളും നാളെ പോസിറ്റീവാകാനാണ് സാധ്യത. നേരെ മറിച്ച് അമേരിക്കൻ മാർക്കറ്റിന് നെഗറ്റീവ് ഉണ്ടാക്കുന്ന ഒരു കമൻറ്റാണ് വരുന്നതെങ്കിൽ തീർച്ചയായും അമേരിക്കൻ മാർക്കറ്റും അതിന് തുറന്ന് മറ്റു മാർക്കറ്റുകളും നെഗറ്റീവ് സോണിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യത എന്നുള്ളതാണ് ജനറലി പങ്കുവയ്ക്കാനുള്ളത്. ഇന്ത്യൻ മാർക്കറ്റ് മുൻപ് നമ്മൾ സംസാരിച്ചിട്ടുള്ളതുപോലെ അടിസ്ഥാനപരമായി ശക്തമാണെങ്കിൽ പോലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വീക്ക്നെസ്സാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി ജെറോം പവലിൻ്റെ സ്പീച്ചിൽ പ്രത്യേകിച്ച് പോസിറ്റീവായിട്ടൊന്നും കിട്ടിയില്ലെങ്കിൽ അടുത്ത 1-2 ദിവസം കൂടിയെങ്കിലും ഇന്ത്യൻ മാർക്കറ്റ് വീക്ക്നെസ് കാണിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഇന്നും ഇന്ത്യൻ ഇൻഡെക്സുകൾ വീക്ക്നെസ്സിലായിരുന്നു, ഡൗൺ ട്രെൻഡായിരുന്നു. നമ്മുടെ ലെവലുകളൊക്കെ വാച്ച് ചെയ്തിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് നല്ല ട്രേഡുകൾ എടുക്കാൻ പറ്റുന്ന അവസരങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ലെന്നേ ഉള്ളൂ. വീഡിയോയിൽ അതിൻ്റെ ലെവലുകളൊക്കെ കിടപ്പുണ്ട്. ഇന്നലെ പുറത്തുവിട്ട വീഡിയോയുടെ ലെവലുകളൊന്ന് എടുത്തു വെക്കുക. എന്നിട്ട് ഇന്ന് ആക്ച്വലി നടന്ന ലെവലുകൾ, ആ ഒരു മൂവ്മെൻറ്റ് എങ്ങനെയുണ്ട് എന്ന് മനസ്സിലാക്കുക. തീർച്ചയായും ഫോളോ ചെയ്യുന്നവർക്ക് ഗുണമുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അങ്ങനെ ഗുണകരമായ ലെവലുകളുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നാളെ 11/12/2025 നിഫ്റ്റിയുടെ ലെവലുകൾ 25,416, 25,569, 25,632, 25,734, 25,811, 25,913, 26,069, 26,169. തീർച്ചയായും നിഫ്റ്റിയെപ്പോലെ തന്നെ വീക്ക്ലി കോൺട്രാക്റ്റുള്ള സെൻസെക്സ് 83,746, 84,022, 84,302, 84,578, 84,917, 85,317, 85,778. നിഫ്റ്റിയുടെയും സെൻസെക്സിൻ്റെയും ലെവലുകളാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. ഒരു ഡിസ്ക്ലെയിമർ, ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ ഈ ലെവലുകളിൽ ട്രേഡ് ചെയ്യുമ്പോൾ അത് സ്വന്തം റിസ്കിൽ മാത്രം ചെയ്യുക. ആ ലെവലുകളിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലാഭനഷ്ടങ്ങൾക്ക് ഞാൻ ഉത്തരവാദിയായിരിക്കുന്നതല്ല. ഇത് പഠനാവശ്യത്തിന് വേണ്ടി മാത്രം നൽകുന്ന ലെവലുകളാണ്. ഈ ലെവലുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതെന്ന് വീണ്ടും വീണ്ടും സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഇനി ബാങ്ക് നിഫ്റ്റി ലെവലുകൾ 57,805, 58,053, 58,413, 58,633, 58,861, 59,089, 59,402, 59,708. മിഡ് ക്യാപ്പ് 13,437, 13,498, 13,557, 13,617, 13,674, 13,794, 13,843, 13,995. നിഫ്റ്റി, സെൻസെക്സ്, ബാങ്ക് നിഫ്റ്റി, മിഡ് ക്യാപ്പ്, ഈ 4 ഇൻഡെക്സുകളുടെയും ലെവലുകളാണ് തന്നത്. സ്ഥിരമായിട്ട് നമ്മൾ പറയുന്നത് പോലെ ആ ലെവലുകൾ സപ്പോർട്ടായിട്ടോ റെസിസ്റ്റൻസ് ആയിട്ടോ ആക്ട് ചെയ്യാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. തീർച്ചയായും ആ ഏരിയകളിൽ വരുമ്പോൾ എങ്ങനെ ട്രേഡ് എടുക്കണമെന്ന് പ്രൈസ് ആക്ഷനൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് അറിയാം. ഈ ലെവലുകൾ കണ്ടെത്താൻ മാത്രമാണ് ഞാനിപ്പോൾ സഹായിക്കുന്നത്. തീർച്ചയായും ആ ലെവലുകൾ ഉപയോഗിച്ചുകൊണ്ട് ലാഭകരമായ ഒരു ട്രേഡിംഗ് ഡേ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി പറയുന്നു. തീർച്ചയായും തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്.